ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഈ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് കാട ഫ്രൈ ആണ്. ക്വിൽ ഫ്രൈ വളരെ സിമ്പിളാണ്. കാട ഫ്രൈ ചെയ്യാൻ മിക്കവാറും എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയാണിത്. എങ്കിൽ പോലും അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ കാട ഫ്രൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കാടയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനുള്ളിലുള്ളതൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഒരു കൂടുതൽ പീസുള്ള ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 കാടയും നന്നായിട്ട് ക്ലീനാക്കി ഉള്ളൊക്കെ ക്ലീനാക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. അതായത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് ലെമൺ ജ്യൂസാണ്. ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് എടുത്തിട്ട് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൈ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കാടയിലൊക്കെ നന്നായിട്ട് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. കട്ട് ചെയ്ത ഭാഗത്തേക്കൊക്കെ ചേർത്തിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കുക. മസാല പുരട്ടിയതിന് ശേഷം കുറച്ച് കൂടുതൽ ടൈം ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഒട്ടും ടൈമില്ലാത്തവർ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും മസാല പുരട്ടി വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ 4 കാടയും നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കാട മസാല തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ ആവാറായിട്ടുണ്ട്. കാട ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും അതുപോലെ പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാട ഫ്രൈ ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറി ലീവ്സും അതുപോലെ പച്ചമുളകും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇനി ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചുള്ള കാട ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം കുക്കാവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് മറു സൈഡ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാട ചെറുതായത് കൊണ്ട് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ ഹോൾ കാട എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. കാട റോസ്റ്റിനൊക്കെയാണ് സാധാരണ കാട കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാറ്. കാട ഫ്രൈ ആകുമ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാട കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും എടുക്കാം. മാക്സിമം ഓയിലൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് വെക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കാട ഫ്രൈ അതല്ലെങ്കിൽ ക്വിൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മിക്കവാറും എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. എങ്കിലും അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഈ ടേസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.